അയ്യേ, ഇവിടെ എന്തെങ്ങനെ വേണം? കൊച്ചേ, ഇവിടെ എന്തെങ്ങനെ വേണം? എന്നോടാണോ ചോദിച്ചേ? ഈ റൂം ഇപ്പൊ നീ മാത്രമല്ലേ ഉള്ളൂ, നിന്നോട് തന്നെയാ ചോദിച്ചേ. ഇതിനകത്ത് നീ എന്താ കൊണ്ടുവച്ചേ? ഞാനൊന്നും വെച്ചില്ലല്ലോ. പിന്നെ ഇതിനകത്ത് ഇത്ര സ്മെല്ല്? നീ വരുന്നവരെ എന്തായാലും എന്റെ ഈ ഷെൽഫിനകത്ത് ഇങ്ങനെ ഒരു സ്മെല്ലില്ലായിരുന്നു. കൊറേ നേരമായി കിടന്ന് മണം മണം എന്ന് പറയാൻ തുടങ്ങിട്ട് എനിക്കൊന്നും തോന്നില്ലല്ലോ. ദേ ഇങ്ങോട്ട് വാ, മണപ്പിക്കും, നല്ല രീതിയിൽ മണപ്പിക്കും. ആ ഈ മണോ? ഇത് പാറ്റാ ഗുളികയുടെ മണമല്ലേ? പാറ്റാ ഗുളികയെന്ന് വെച്ചാൽ എന്തുവാ? എന്ന് വെച്ചാ കോക്രോച്ച് ടാബ്ലറ്റ്. ഓ, കോടീശ്വരിക്ക് ഇതൊന്നും അറിയത്തില്ലേ? അതും ഇനി കോടീശ്വരിയുടെ വീട്ടിൽ പാറ്റൊന്നും കേറാറില്ലേ? നീ എന്തിനാണ് എന്റെ ഷെൽഫിനകത്ത് പാറ്റാ ഗുളിക കൊണ്ടുവച്ചേ? എന്റെ ഡ്രസ്സിന്റെ പ്രൊട്ടക്ഷന് വേണ്ടിട്ട്. അതെ, എന്റെ അച്ഛന്റെ പൈസയൊന്നുമില്ല. എടി, എന്റെ തുണിയില്ലാതെ നിനക്കാണ് റൈറ്റ്സ് തന്നെ. ഇതിനൊക്കെ റൈറ്റ്സ് എന്തിനാ? അതെ, ശരിക്കും പറഞ്ഞ ഈ ഗുളിക കൊണ്ട് ഇയാളുടെ തുണിക്ക് കൂടാണ് പ്രൊട്ടക്ഷൻ. യു വിൽ താങ്ക് മീ ലേറ്റർ. ഐ വോണ്ട്. എനിക്ക് ഇങ്ങനത്തെ മണമൊന്നും ഇഷ്ടമല്ല. എന്റെ ദൈവമേ, ഞാൻ ഇനി എങ്ങനെ എക്സാമിന് പോവും? ഓട്ടോ പിടിച്ചു പോണം, അല്ലെ ബസ്സിൽ പോ. ഒന്നുമില്ലേ കൊച്ചെ, നടന്നെങ്കിലും പോ. ദേ പെണ്ണെ, തോന്നിയ ദിവസം കാണിച്ചിട്ട് ഇങ്ങനത്തെ ഊള വർത്താനം പറയില്ല കേട്ടോ. ഇത് വിട്ടോടങ്ങനെ ഞാൻ കോളേജിൽ പോയി എന്റെ ഫ്രണ്ട്സ് എല്ലാം എന്നെ കളിയാക്കുന്നു ഞാൻ ഉദ്ദേശിച്ചത്. ചേടാ, ഇത് ഏത് ലോകത്തുനിന്ന് വരുന്നത്? എന്റെ പൊന്നു കൊച്ചെ, ഇച്ചിരി സ്പ്രേ അടിച്ചാൽ മതി, ആ മണമൊക്കെ പൊക്കോളും. പറ്റത്തില്ല, നീ കൂടെ മാറിയേ. പോകും ഇതാര്? നാഗവലിയുടെ അപ്പച്ചിയുടെ. നാഗവലി നിന്റെ ഇവിടെ ഞാൻ നിക്കടി അവിടെ. പിന്നെ ഞാൻ കൊല്ലും. നിക്കടി. എന്നെ കൊല്ലാൻ വരുവാ. എന്താ പ്രശ്നം? എന്താ ചാരു, നീ മരിക്കാളെ കൊണ്ട് വിട്. കുറെ നാട് ഞാൻ സഹിക്കും, ഇനി എനിക്ക് സഹിക്കാൻ പറ്റത്തില്ല. കാര്യം എന്താന്ന് പറഞ്ഞൂടെ? ഇവിടെ ഡ്രസ്സിൽ മുഴുവൻ പാട്ട ഗുളി എടുത്ത് വെച്ചിരിക്കും. അതാണെങ്കിൽ ഒടുക്കത്തെ ബാഡ് സ്മെല്ലും. നീ എന്തിനാ അവളുടെ ഡ്രസ്സിൽ പാറ്റ ഗുളിക വാരിയിട്ടത്? ചേച്ചി, ഞാൻ നാട്ടും പുറത്തുനിന്ന് വരുന്ന ഒരു കുട്ടിയല്ലേ. നമ്മുടെ ഇവിടെയൊക്കെ ഈ ഡ്രസ്സ് പാറ്റ തിന്നാതിരിക്കാൻ വേണ്ടി പാറ്റ ഗുളിക വെക്കും. ഇത് ഞാൻ എന്റെ പൈസക്ക് വാങ്ങിച്ചു വെച്ചത് ഇയാളുടെ ഡ്രസ്സിനും കൂടെ കേട് വരാതിരിക്കാൻ വേണ്ടി ഫ്രീ ആയിട്ട് വെച്ചു കൊടുത്തു. എന്നിട്ട് നന്ദി പോലും പറയാതെ എന്നെ കൊല്ലാൻ വരുവാ ചേച്ചി. അടി, നിന്നോട് ഞാൻ പറഞ്ഞു എന്നെ സഹായിക്കാനായിട്ട്. പാറ്റ ഗുളികയല്ലേ, 2 പ്രാവശ്യം മുക്ക് വാഷ് ചെയ്യും, പാറ്റ ഗുളികയുടെ സ്മെല്ലൊക്കെ മാറിക്കോളും. അതൊന്നും പറ്റത്തില്ല. ഇനി അതുമല്ല, ഞാനത് കഴുകി വാഷ് ചെയ്തിട്ടോണ്ട് പോകുമ്പോഴത്തേക്ക് എന്റെ എക്സാം കഴിയും. ഒരു ദിവസത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്തോളെ. ഒറ്റ ദിവസത്തേക്ക് ചെല്ല്. വെറുതെ എന്തിനാ വഴക്കിനൊക്കെ നിൽക്കുന്ന? പോ. പറ്റത്തില്ല. അതാണെങ്കിൽ എനിക്ക് ഇടുമ്പോ തന്നെ ഭയങ്കര വൊമിറ്റ് ചെയ്യാൻ വരും. അത്രയ്ക്ക് ബാഡ് സ്മെല്ലാ. കണ്ട ലോക്കൽസിന്റെ കൂടെയൊക്കെ താമസിക്കാൻ വന്ന ഇതായിരിക്കും എന്റെ അവസ്ഥ. ആരുടെ ലോക്കല്? നീ ഇപ്പൊ ആരെ ലോക്കൽ എന്ന് വിളിച്ചത്? അയ്യോ, ഞാൻ ചാറിനെ പറഞ്ഞല്ലോ. തോടെ ബാക്കിൽ നിൽക്കുന്നില്ല, അവളെ പറഞ്ഞതാ. നിനക്കൊരു കാര്യം ഉണ്ടായിരുന്ന? ഇപ്പൊ നിനക്ക് എന്താ വേണ്ട? എനിക്കിപ്പോ ഇട്ടോണ്ട് പോകാൻ ഡ്രസ്സ് വേണം. അത് ഇവള് ഷോപ്പിംഗ് മാളിൽ പോയി വാങ്ങിച്ചോണ്ട് വരണം. ഇവള് ഇപ്പൊ പോയി ഡ്രസ്സ് വാങ്ങിച്ചു വന്നിട്ട് നിനക്കിട്ട് എക്സാമിനാണോ? അല്ലേ? എന്നാ എന്റെ പൊന്നു കുഞ്ഞ കേട്ടോ, ഇവള് പോയി എപ്പ വന്നിട്ട് നീ എപ്പ എക്സാം എഴുതാൻ പോവാനാ? അതൊരു സൊല്യൂഷൻ ആണോ? അപ്പൊ എന്ത് ചെയ്യണം? ഇപ്പൊ തൽക്കാലത്തേക്ക് ഞാൻ എന്റെ ഏതെങ്കിലും ഒരു ഡ്രസ്സ് നിനക്ക് തരാം, ഇട്ടോണ്ട് പോകുവോ? പോയില്ലെങ്കിൽ എനിക്കെന്താ, നിന്റെ എക്സാമും പോയി, നിങ്ങളായിട്ട് ഇടി ഉണ്ടാക്കി എന്തോ കാണിക്കും. വേണമെങ്കിൽ വേണമെന്ന് പറ. ചാര് പറഞ്ഞോണ്ടോ? ഓക്കെ ഓക്കെ, നമുക്ക് പിന്നെ സെറ്റ് ചെയ്യാത്. പിന്നെ വഴക്കൂടാ. ഓക്കെ, നിനക്ക് ചായ ഉണ്ടാക്കാൻ അറിയോ? എന്നാ ഡീസന്റ് ആയിട്ട് മര്യാദക്ക് ഒരു ചായ ഉണ്ടാക്കി എനിക്ക് വേഗം കൊടുത്തന്നോണം കേട്ടാ. ബഹളം ഉണ്ടാക്കാൻ നടക്കണം. വാ, നീ വാ, ഡ്രസ് എടുത്തരാം. എങ്ങോടാ? ഞാൻ വിളിച്ചോ? ചായ ഉണ്ടാക്കാനാണോ പറഞ്ഞത്? വേഗം ഉണ്ടാക്ക്. നീ വാ. നോക്കിയെടുത്തോ. ഇതൊക്കെ എന്റെ സ്റ്റാറ്റസ് റിച്ച് ഡ്രസ് ഒന്നും ഇല്ല. കൂടുതൽ ഹൈപ്പ് അടിച്ചാലേ ചുരുട്ടി കൂടി ഞാൻ വെളിയിലിടും. വേണമെങ്കിൽ എടുത്തോണ്ട് പോ. സ്റ്റാറ്റസ് ഇത് മതി, ഇത് കൊള്ളാം. എടുത്തോണ്ട് പോ. താങ്ക്സ്. ദൈവമേ, അവൾ ഏത് ഡ്രസ്സാണ് എടുത്തോണ്ട് പോയത്? അവന്തിയുടെ വല്ലതും ആയിരിക്കൂ? ആണേ തീർന്ന്. ആരിക്കണം വിളിക്കുന്നത്? എടി ചാരു, ശ്യാം വിളിച്ച് സംസാരിച്ചിരുന്നു. എനിക്ക് എന്തൊക്കെ വേണം, കുറെ കാര്യങ്ങള്. അതായത് സാരി വേണോ, ബ്ലൗസ് വേണോ, ഓർണമെന്റ്സ് വേണോ, അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുവാടി. ഇതിന്റെ അകത്തിരുന്നിട്ടാ? ഇതിന്റെ അകത്തിരുന്നിട്ടാണോ സംസാരിക്കുന്നത്? നിനക്ക് ഇതിനകത്തല്ല, പിന്നെ ഇന്നലെ ഫോൺ വിളിച്ച കാര്യം ഞാൻ പറഞ്ഞത്.
ഒരു സമാധാനം തരുന്നില്ല. ഇങ്ങനെയുണ്ടോ? ഞാൻ എന്ത് പറയണം? എടി അവൻ നിന്റെ അടുത്തല്ലേ ചോദിച്ചു, അപ്പൊ നിനക്ക് ഇഷ്ടമുള്ള എന്താന്ന് വെച്ചാ പറ. ഇഷ്ടമുള്ളത് സാരി പറയണോ അതോ എല്ലാം പറഞ്ഞാലോ? ഇതാണ് നിന്റെ പ്രശ്നം. എടി അവൻ സ്നേഹത്തോടു കൂടി വേണോന്ന് ചോദിക്കാൻ നേരത്ത് നീയും ആ ഒരു റെസ്പെക്റ്റും കാര്യങ്ങളും തിരിച്ചു കൊടുക്കണം, അല്ലെങ്കിൽ അത് വളരെ മോശമാണ്. ആണോ? ആ ചേടാ, ഇതിപ്പോ മൊത്തത്തിൽ കൺഫ്യൂസ് ആയല്ലോ. എന്ത് പറയും? സാരി പറഞ്ഞാലോ? അല്ലെങ്കിൽ ജ്വല്ലറി പറയാം? അതല്ലെങ്കിൽ എന്റെ ഇല്ലാത്ത ഒരു നല്ലൊരു ചുരിദാർ പറഞ്ഞാലോ? എടി ഞാൻ നിന്റെ അടുത്താ ചോദിക്കുന്നത്, എന്തെങ്കിലും ഒരു ഓപ്ഷൻ പറ. നീ എന്തെങ്കിലും പറയണ്ട അവന്തി. എന്തെങ്കിലും പറ. ഞാൻ നിന്റെ അടുത്തില്ലേ അഭിപ്രായങ്ങളൊക്കെ ചോദിക്കുന്നത്? നിനക്ക് എന്ത് പറ്റി? ഭയങ്കര ഗ്ലൂമി ആയിട്ടിരിക്കുന്നല്ലോ. എനിക്കൊന്നും പറ്റിയില്ല. ദേ സത്യം പറ, എന്താ നിന്റെ പ്രശ്നം? എനിക്ക് പ്രശ്നമൊന്നുമില്ലടി. ആ മനസ്സിലായി. നീ ആ പവിയുടെ കാര്യം ആലോചിച്ചല്ലേ ഇരിക്കുന്നത്. ഞാനെന്തിനാ പവിടാരെ ആലോചിക്കുന്നത്? ഞാൻ ഒരു കാര്യം പറയട്ടെ, നീ ആ പവിയും കെട്ടി സുഖമായിട്ട് ജീവിക്കാൻ നോക്ക്. ഒന്ന് പോയടി. എടി ഞാൻ മെനഞ്ഞാന്ന് പവിയെ കണ്ടിരുന്നു. അവൻ നിന്റെ കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞത്. അവൻ എന്റെ എന്ത് കാര്യം പറഞ്ഞു? അമ്മാവന്റെ അടുത്ത് ഞാൻ സംസാരിക്കണം നിങ്ങളുടെ കാര്യമൊന്ന്. നിങ്ങളുടെ ഇടയിൽ വിലങ്ങതടിയെ നിൽക്കുന്നത് അമ്മാവനാ, അതൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണമെന്ന്. നീ അമ്മാവന്റെ അടുത്ത് സംസാരിക്കൊന്നും വേണ്ട, വെറുതെ അമ്മാവനെ സങ്കടപ്പെടുത്തണ്ട. നീ എന്തിനാ അമ്മാവന്റെ സങ്കടങ്ങളൊക്കെ നോക്കുന്നത്? എടി ആ പവി നല്ലൊരു പയ്യനാ. അവനായിട്ടില്ലേ നിന്റെ പുറകെ നീ ഇത്ര അവോയ്ഡ് ചെയ്തിട്ടും ഇങ്ങനെ പുറകെ നടക്കുന്നത്? അതിന് ഞാൻ അമ്മാവനെ വിഷമിപ്പിക്കണോ? എടി ചാരു, ഞാൻ അമ്മാവനെ വിഷമിപ്പിക്കണമെന്നൊന്നും അല്ല പറഞ്ഞത്. പവിയേം കെട്ടി ജീവിതകാലം സുഖമായിട്ടും സന്തോഷമായിട്ടും ജീവിക്കാനാ പറഞ്ഞത്. എനിക്ക് അങ്ങനത്തെ പ്ലാൻ ഒന്നും ഇല്ലടി. അങ്ങനത്തെ പ്ലാൻ ഒന്നും ഇല്ലെന്നോ? അപ്പൊ നീ എന്താ കല്യാണം കഴിക്കാതെ ഇങ്ങനെ ഒറ്റയ്ക്ക് ജീവിക്കാനാണോ നിന്റെ പ്ലാൻ? ഞാൻ ചിലപ്പോ കല്യാണം കഴിക്കും, ചിലപ്പോ കല്യാണം കഴിക്കില്ല. എല്ലാം വിധി പോലെ നടക്കട്ടെ. ചാരു, ഞാൻ വീണ്ടും വീണ്ടും പറയാം, നീ ആ പവിയെ തേക്കാൻ നിൽക്കരുത്. അവൻ നല്ലൊരു പയ്യനാ. അവനെയും കിട്ടി സുഖമായിട്ട് ഇരിക്കടി. ഞാൻ ആരെയും തേക്കുന്നല്ലോ. എനിക്ക് അമ്മാനെ ധിക്കരിച്ചതൊന്നും വേണ്ട, അത്ര ഞാൻ പറഞ്ഞോളൂ. എന്തെങ്കിലും ആവട്ടെ, അത് അതിന്റെ രീതി നടക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഞാനും ഒരു തീരുമാനം എടുക്കാൻ പോവാ. നീ എന്ത് തീരുമാനം എടുക്കാൻ? ഞാനും ഷാമിനെ തേച്ചാലെന്ന് ആലോചിക്കുക. അയ്യേ, നീ എന്തിനാ തേക്കുന്നത്? പിന്നെ നീ ഇങ്ങനെ ജീവിതകാലം മുഴുവൻ സിംഗിൾ ആയിട്ട് നടക്കുമ്പോ ഞാൻ അവനെയും കെട്ടി അവന്റെ കുഞ്ഞുങ്ങളെയും പ്രസവിച്ച് അവന്റെ പിള്ളേരെ നോക്കി നടക്കുമ്പോ എനിക്ക് അസൂയ വരത്തില്ല? ഓഫ്കോഴ്സ്. അസൂയേ? എടി ജീവിതം ഒന്ന് മര്യാദക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കടി. എന്റെ കാര്യം നീ വിട്. ഞാനൊരു കാര്യം പറയട്ടെ, എടി അവനെ പോലെ നല്ലൊരു പയ്യനെ നിനക്ക് ഇനി ജീവിതത്തിൽ കിട്ടില്ല എന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പൊ ഞാൻ എന്താ മോശം പെണ്ണാണെന്നോ നീ പറഞ്ഞു വരുന്നത്? എന്ന് ഞാൻ പറഞ്ഞില്ല. ദയവായിട്ട് നല്ലൊരു ചാൻസ് നമുക്ക് തരാൻ നേരത്തെ തട്ടിക്കളഞ്ഞ ഇനി അങ്ങനെ ഒരു ചാൻസ് കിട്ടും നീ വിചാരിക്കണ്ട. ഞാൻ അതേ പറഞ്ഞോളൂ. എടി അതിപ്പോ നല്ലതാണോ ചീത്തയാണോ നമുക്ക് അങ്ങനെ അറിയാൻ പറ്റും? അതിന് നീ ഡേറ്റ് ചെയ്ത് നോക്കാനായിട്ട്. ഡേറ്റ് ചെയ്യാൻ പോനോ? ഞാൻ ഒറ്റയ്ക്കോ? അല്ല, ഞാനും വരാം. അല്ലെ 10 വരെ വിളിക്കാം. എടി ഡേറ്റിങ്ങിന് പോയാലൊന്നും ശരിയാവത്തില്ല. അതിനെന്താ ശരിയാവാത്തത്? എടി ഡേറ്റിങ്ങിന് പോകുമ്പം പലതും സംഭവിച്ചു പോയാലോ? എന്ത് സംഭവിക്കാൻ? മറ്റേത് നീ വേണ്ട, അതല്ല എന്റെ അപ്പുറം സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. ഞാൻ എന്താ അതിന് വേണ്ടി നടക്കുവാണോ? പിന്നെന്തിനാ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? നിന്നെ സൂക്ഷിക്കാൻ നിനക്ക് അറിയത്തില്ലേ? എടി സൂക്ഷിക്കാനൊക്കെ അറിയാം, പക്ഷെ നിനക്കറിയാലോ മനുഷ്യനല്ലേ, എന്തെങ്കിലും അബദ്ധവശം സംഭവിച്ചു പോയാലാന്ന് ഞാൻ ഉദ്ദേശിച്ചത്. അങ്ങനെ ഒന്നും സംഭവിക്കത്തില്ല. വേണമെങ്കിൽ ഡേറ്റ് ചെയ്ത് നോക്ക്, അതാവുമ്പോ കറക്റ്റ് ക്യാരക്ടർ മനസ്സിലാവും. ഈശ്വര, ഇതിപ്പോ ഫുള്ള് കൺഫ്യൂഷൻ ആയല്ലോ. എന്ത് ചെയ്യും? ചേച്ചി ഇതാ ചായ. എങ്ങനെയുണ്ട്? കൊള്ളാവോ? കുഴപ്പമില്ല. ആ പ്രോബ്ലം ഒക്കെ സോൾവ് ആയിരുന്നോ? സോൾവായി. പൊക്കോ. എന്താ ഇത്? എന്താ? അല്ല, അവക്ക് മാത്രം ചായ? എനിക്ക് ചേച്ചി അത്ര ഇഷ്ടമുള്ളതുകൊണ്ടാ. ചാരു ചേച്ചി, ഞാൻ അമ്പലത്തിൽ പോയി ചേച്ചിക്ക് കൂടെ വേണ്ടി പ്രാർത്ഥിച്ചിട്ട് വരാമേ. ശരി. ചാരു, എന്തോ? എന്താ ഇവിടെ നടക്കുന്നേ? എനിക്കെങ്ങനെ അറിയാം? ഞാൻ അറിയാത്ത എന്തൊക്കെയോ ഇവിടെ ചീഞ്ഞു നാറുന്നുണ്ട്. എനിക്ക് നാറില്ലല്ലോ. ശരിയാക്കി തരാം കേട്ടാ. എന്തൊക്കെ കാണും. എവിടെ പോയി? എടി ചാരു, എന്റെ ഒരു ബ്ലൂ ഡ്രസ് നീ കണ്ടായിരുന്നോ? പിങ്ക് ഉണ്ട്, യെല്ലോ ഉണ്ട്, അത് മാത്രം കാണുന്നില്ല. എടി എവിടെയായിരുന്നു ഞാൻ വെച്ചത്? എടി ചാരു, ഇവളിത് എവിടെ പോയി? ഞാൻ അവിടെ തന്നെയായിരുന്നല്ലോ വെച്ചത്. ചേടാ, എങ്കിലത് എവിടെ പോയി? എടി ടീനെ, നീ എന്റെ അലമാരിക്കകത്തിരുന്ന ഒരു ബ്ലൂ ഡ്രസ് കണ്ടായിരുന്നോ? കണ്ട്. ആണോ? എവിടെ മോളെ?
അത് ഈ താഴെ ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പച്ച ചുരിദാർ ഇട്ടിട്ട് ഞാൻ ആക്കിയതാണോ? ആക്കിയതല്ല, ഊക്കിയതാ. എന്റെ ഉണക്കച്ചുള്ളി, എനിക്ക് എന്തിനാ നിന്റെ ചുരിദാർ? എനിക്ക് പാകാവത്തുമില്ല. എടി കൊണ്ടുമണി, നീ അത് കണ്ടോ ഇല്ലെന്നല്ലേ ഞാൻ ചോദിച്ചുള്ളൂ, അല്ലാതെ എടുത്തൊന്നും ഞാൻ പറഞ്ഞില്ലല്ലോ. നിന്റെ ഡ്രസ്സ് നോക്കിയിരിക്കലാണ് എന്റെ പണി. ചേടാ എന്റെ ദൈവമേ, ഇവിടെ ഇപ്പൊ വന്നോന്ന് ഒരു കാര്യം ഒരാൾക്ക് ചോദിക്കാനും പാടില്ലാതായോ? എനിക്ക് നിന്നോട് സംസാരിക്കാൻ സമയമില്ല, എനിക്ക് താല്പര്യമില്ല. എപ്പൊ നോക്കിയാലും ഈ വഴക്കും ബഹളുമാണ്. എപ്പോ നോക്കിയാലും വഴക്കും ബഹളവും. അല്ല വേണ്ട, റെസ്റ്റ് എടുക്കാം, ഇനി പിന്നെ കൊടുക്കാം. അയ്യ അമ്മാവാ, എന്തുവാടാ? അമ്മാവാ, അമ്മാവ എന്റെ ഒരു ഉടുപ്പ് കാണുന്നില്ല. ഞാൻ എടുത്തില്ലടി. അയ്യോ, അമ്മാവൻ എടുത്തതല്ല ഞാൻ പറഞ്ഞത്. ഇന്നലെ രാത്രി കൂടെ എന്റെ അലമാരിൽ ഇരുന്ന ഉടുപ്പാണ് ഇന്ന് രാവിലെ കാണാനില്ലാത്തത്. ഇന്നലെ രാത്രി വരെ നിന്റെ അലമാര ഉടുപ്പ് ഇന്ന് എങ്ങനെ കാണാതാവും? അവിടെ എവിടെയും കാണുന്നു, പോയി നോക്ക്. അമ്മ അവിടെ എവിടെയും കാണുന്നില്ല, അതല്ലേ ഞാൻ പറഞ്ഞത്. അമ്മ എനിക്ക് കണ്ടുപിടിച്ച് തരണം. അമ്മാവനല്ലേ ഇവിടുത്തെ നോട്ടക്കാരൻ? തോട്ടക്കാരനാ? തോട്ടക്കാരനല്ല, നോട്ടക്കാരൻ. അതുകൊണ്ട് ഞാൻ ഇപ്പൊ എന്ത് ചെയ്യണോന്ന്? ഇവിടെ വേറെ അവളുമാർ താമസിക്കുന്നുണ്ടല്ലോ, അവളുമാരുടെ അടുത്ത് പോയി ചോദിക്ക്. അതെങ്ങനെ മോളെ അവരുടെ അടുത്തൊക്കെ പോയി ചോദിക്കണം? അവർ അത്രത്തിലുള്ള പിള്ളേരൊന്നും അല്ല. പിന്നെ എത്രത്തിലുള്ള പിള്ളേരാ? ദേ അമ്മാവാ, ഞാൻ പോയി ചോദിച്ച അടിയായി വഴക്കായി ഇവിടെ വലിയ പ്രശ്നമാവും. അയ്യോ നീ ചോദിക്കാന്ന് പോണ്ട, നീ വഴക്ക് കൂടി അതിന്റെ ഇടയിൽ കിടന്ന് ചാവ എനിക്ക് വയ്യ. ഞാൻ ചോദിക്കാം, മോള് പോ. പിന്നെ വാ. എടി പോടി, ഞാൻ വരാടി. ഇപ്പൊ തന്നെ വന്ന് ചോദിക്കും അമ്മാവാ. എടി വരാതെ തീർത്തിട്ട് ഞാൻ വരാം, നീ പോ. വരണേ. മോള് പോ, ഞാൻ വരാന്ന് പറഞ്ഞില്ലേ, പോ. പോണ വഴിക്ക് അവിടെ നോക്കിട്ട് പോ. പിന്നെ പോണ വഴിക്ക് പറമ്പിലല്ലേ എന്റെ ചുരിദാർ കിടക്കുന്നത്. എന്റെ ദൈവമേ, എന്തൊക്കെ കേട്ടാ ഒരു ദിവസം തീരും. അല്ല, ഈ തുണികളൊക്കെ ആരെടുത്തോണ്ട് പോയിരിക്കുന്നു ഇവിടെ നിന്ന്? അപ്പം അതാണ് കാര്യം. അല്ല, ഇതൊന്നും പറയാതെ നിനക്കെങ്ങനെ മനസ്സിലായി? ആടി പറയുന്നു. അല്ല, അവളിതൊന്നും പറഞ്ഞില്ലല്ലോ, അല്ലാതെ നിനക്ക് എങ്ങനെ കാര്യം മനസ്സിലായി? അവള് പറഞ്ഞില്ലെന്നല്ല, പിന്നെ അവളൊന്നും വിട്ടു പറഞ്ഞില്ലെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതെന്തെന്നാണ് ഞാൻ ചോദിച്ചത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അമ്മാവൻ തെണ്ടി കാരണം ഇവളൊന്നും പറയുന്നില്ല, തുറന്നു പറയുന്നില്ല. അങ്ങനാണെങ്കിൽ ഭയങ്കര വിലങ്ങ് തടിയായിട്ടിരിക്കുകയാണ്. അമ്പിന് വില്ലും എടുക്കുന്നില്ല അങ്ങനെ, മനസ്സിലായോ? അങ്ങനെ പറഞ്ഞ് എന്തെങ്കിലും പറഞ്ഞ് വരുന്നില്ലാക്കും, അതാണ് വേണ്ടത്. എടാ, എളുപ്പമല്ലേ? ആരെങ്കിലും പാണ്ടി ലോറിയുടെ ബാക്കിലും ഇയാളെ ചാക്കിലാക്കി പറഞ്ഞു വിടും. അതാകുമ്പോൾ ലോറി ആകുമ്പോൾ എങ്ങോട്ടെങ്കിലും ഒക്കെ പോകുമല്ലോ, അയാളെ നാട് വിട്ടു പോകും. എന്നിട്ട് ഞാൻ ജയിലിൽ പോകാൻ. ഇവിടെ നീ എല്ലാത്തിനും ഇങ്ങനെയാണോ നെഗറ്റീവ് പറയാതെ? ജയിലിൽ പോകണം എന്തിനു ഇതിനൊക്കെ? ഞാൻ നെഗറ്റീവ് അല്ല പറയണത്, നമ്മൾ ക്യുക്കായിട്ട് കാര്യങ്ങൾ ചെയ്യണം. ഇത്രയും കുക്കാവാൻ എന്തിനാണ് ഇപ്പൊ പ്രശ്നം? എന്ത്? ഇല്ലെങ്കിൽ ടെക്നോ പാർക്കിൽ ജോലിയുള്ള ഒരുത്തിനെ കൊണ്ട് കെട്ടിക്കാനാണ് അങ്ങനെ പ്ലാൻ ചെയ്തിരിക്കണം, മനസ്സിലായ? അത് നടക്കാതിരിക്കാൻ അവളെ പറഞ്ഞത്. ഞാനൊരു കാര്യം ചോദിട്ടോ, എടാ നിന്റെ എന്ത് ഗതികേടാ നിനക്ക്? കോളേജിൽ പ്രേമിച്ച് വലിച്ച്, ഇപ്പൊ നോക്കണ പെണ്ണും വലിഞ്ഞ്. എടാ നിന്റെ ജാതകം ആരടെ എഴുതിയത്? ജാതകം ജാതകത്തിലൊന്നും ഒരു കുഴപ്പമില്ല, പെണ്ണും ചിരി എത്ര മതിയടേ, ഒരു കുഴപ്പമില്ല. ആ അമ്മാവനെ പറഞ്ഞ് കറക്റ്റ് ആയി കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും നടക്കും. അവനെ പറഞ്ഞു കറക്റ്റ് ആക്കണമെങ്കിൽ വേറെ ഐഡിയ ഉണ്ട്. വേറെ ഐഡിയ പറഞ്ഞു. ഒന്നുമില്ല, നമ്മൾ അയാളെ വീക്ക്നെസ് കയറി പിടിക്കുന്നു, കുപ്പിയിലാക്കുന്നു. നിന്റെയും ചാരുവിന്റെയും കല്യാണത്തിന് അയാൾ എസ് പറയുന്നു. വീക്ക്നെസ് എന്താണ് അയാൾ വീക്ക്നെസ്? എന്താണ്? എടാ മണ്ട, എറിഞ്ഞ പിടി ഇങ്ങനെ. എടാ, അയാളൊരു കർഷകനാണ്. കർഷകന്റെ ഏറ്റവും വലിയ വീക്ക്നെസ് ആണ് ട്രാക്ടർ. നിന്റെ ചെലവിൽ അയാൾക്ക് ട്രാക്ടർ നീ വാങ്ങിച്ചു കൊടുക്കുന്നു, അയാൾക്ക് ഇഷ്ടപ്പെടുന്നു. ട്രാക്ടറിന് എത്ര? 15 ലക്ഷം തൊട്ട് 20 ലക്ഷം. 15 ലക്ഷം രൂപ? 120 ലക്ഷം രൂപ? 15 തൊട്ട് 20 ലക്ഷം രൂപ. വീടാ ആധാരം വല്ല പണയം വെച്ചാൽ? ഏതാരം? എന്തേലും ആധാരം ഒന്നും ഇല്ല പണയം. നീ കുറഞ്ഞ ചെലവിൽ എന്തെങ്കിലും സാധനം പറഞ്ഞാൽ? ഇവിടെ നിനക്ക് അവളെ കെട്ടാൻ വേണം, നിനക്ക് പറ്റൂല. വേറെ എന്തെങ്കിലും ഐഡിയ പറഞ്ഞാടേ. വേറെ ചെലവ് പറഞ്ഞിട്ടുള്ള കുപ്പി ഐഡിയ മാത്രമേ ഉള്ളൂ. ഒരു ഫുൾ എടുത്ത് കൊടുത്ത് കുപ്പിയിലാക്കുക, അല്ലാതെ നടക്കൂല. അതൊരു ഐഡിയ ആയിരുന്നല്ലേ? നീ പോയി 1000 രൂപ എടുത്തോളൂ. ഇത് 1000 രൂപ അല്ല, നീ കുപ്പി വാങ്ങിച്ചു എടുത്തെടുത്തുള്ള പൈസ ഞാൻ ബാഗ് എടുത്തില്ല. കള്ളം പറഞ്ഞ ഞാൻ ബാഗ് എടുത്തില്ല. പിന്നെ ഞാൻ അളിയ വേറൊരു ആവശ്യം. എവിടെ പൈസ? അളിയ വേറൊരു ആവശ്യം. വേറെ എന്തിനാ ആവശ്യം? നീ ചുമ്മാ അല്ല, നീ ഇങ്ങനെ കണക്ക് പറയണ എന്തിന്? പ്രേമത്തിന്റെ കാര്യത്തിന് കണക്ക് കൊടുത്ത് എവിടെ തുറക്കണത്? കണ്ട പൈസ ഇല്ല, പൈസ ഇല്ല, പൈസ ഇല്ല. പൈസ ഉണ്ട്. മതി ഞാൻ പെണ്ണി തന്നെ എടാ, അത് കുറച്ച് കൂടുതലും 900 രൂപയല്ലേ ഉള്ളൂ. 100 രൂപയെങ്കിലും സ്വന്തമായിട്ട് കയ്യിൽ നിന്ന്. നിങ്ങളെന്താ ഇവിടെ? അല്ല, ഞങ്ങളെ നേരത്തെ അറിയാവോ? പ്ലീസ് ദയവ് ചെയ്ത് എന്നെ ഉപദ്രവിക്കരുത്. ഉപദ്രവിക്കില്ലെന്നാ? ഇത് വേറെ സെറ്റപ്പ് എന്തേ? അയ്യേ സെറ്റപ്പാ? അയ്യേടാ, വെറുതെ അല്ല അമ്മാവൻ നിനക്ക് ഓട്ടിച്ചു വിടണത് നിന്റെ അടുത്ത്. അയ്യേ, എന്തോന്ന് അറിഞ്ഞിട്ട് പറയണത്? ചുമ്മാ ഇത് ഈ കൊച്ചിന് പ്രാന്തെന്ന്.
ആ കൊച്ചു പറയട്ടെ. ചേട്ടാ ഞാൻ എവിടെ പോയാലും എന്റെ പുറകെ വരും, എന്നെ ശല്യം ചെയ്യുക. ഞാൻ ഇഷ്ടമല്ലെന്ന് പറഞ്ഞിട്ട് പോലും എന്നെ വെറുതെ വിടുന്നില്ല. ആരെപ്പ പറയോന്ന് വേണമെങ്കിലും പറയില്ല. നീ ഇത്രയ്ക്ക് ആവുമ്പതിച്ചു പോയാ? എടാ നീ ഇത്ര ചീപ്പാണ്. നീ എന്റെ കൂട്ടുകാരൻ തന്നെ. ചുമ്മാ പറഞ്ഞില്ലേ? ചേട്ടാ ഞാനൊരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാണ്. അയ്യോ, ഞാനൊന്ന് പഠിച്ച് നല്ല നിലയിലെത്തിയിട്ട് വേണം എന്റെ അച്ഛനെ അമ്മേനെ എന്റെ അനിയനെ നോക്കാൻ. അവർക്ക് ആകെ ഉള്ള പ്രതീക്ഷയാണ് ഞാൻ. എന്നെ ഒന്ന് വെറുതെ വിട, എന്നെ രക്ഷപ്പെടാൻ അനുവദിക്കും. ഞാനതിന് എന്ത് ചെയ്തു വെച്ചാ നിന്നെ നീ വേണ്ട പറയില്ല ആവശ്യമില്ല. ഇനി ഒട്ടും പേടിക്കണ്ട. ഇനിയും എന്നെ ബാക്കി വരുന്നെങ്കിൽ എന്നെ വിളിച്ച് പറഞ്ഞാൽ മതി. എന്റെ പേര് ശ്യാം, ബിസിനസ് മാൻ ആണ്. നീ എന്താ പൊട്ടത്തരാണ് പറയണേ? ഇവക്ക് ഭ്രാന്താണ്. ചുമ്മാ ഈ ചാരു നിനക്ക് സെറ്റ് ആയില്ലെന്ന് പറഞ്ഞ് കണ്ട പെണ്ണുങ്ങളെ ബാക്കി കൂടെ എന്തിനാ എന്തോന്ന് അറിഞ്ഞിട്ടാ മണ്ടായി പറയണത്? അവളെല്ലാം പറഞ്ഞില്ലേ, ഇനി എന്തറിയാൻ? എടാ എനിക്ക് അവളുടെ അടുത്തൊരു കുന്തോ ഇല്ല. ഒരു കുന്തോ ഇല്ല. ശ്യാമ ഞാൻ പറയണ നീ ഒന്ന് കേക്കട്ടെ. ചൊറിഞ്ഞു വരുന്ന കേട്ടോ എനിക്ക്. ഇന്ന് മാന്ത്. അവളുടെ അടുത്ത് എനിക്കൊരു കുന്തോ ഇല്ല. ആ കൊച്ചു വിചാരിച്ചു വെച്ചിരിക്കുന്നത് എനിക്ക് അവളുടെ അടുത്ത് എന്തോ ഉണ്ട്. അവളെ കാണാൻ വേണ്ടി പോണത്, ഇവളെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ പോണെന്നാണ് ഇവള് വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അതല്ലേ അവള് പറഞ്ഞത്. നീ ഇതിപ്പം ആരെ നിനക്ക് മനസ്സിലായ? അത് എനിക്ക് എങ്ങനെ അറിയാം? നിനക്കല്ലേ അറിയോ ബാക്കി നടക്കണ? തങ്കപ്പം പിള്ളിൽ പുതിയ താമസിക്കാൻ വന്ന കൊച്ചാണത്. എടാ നീ എല്ലാം കൂടെ ഇങ്ങനെ വട്ടാക്കാടെ, കൺഫ്യൂസ് ആക്കാടെ. ആ പെണ്ണ് പറയണത് നീ ആ പെണ്ണ്. ഒരു കുന്തോ ഇല്ല. അവളെ താമസിക്കാൻ വന്ന് ഞാൻ ചാരുവിനെ കാണാൻ പോയപ്പോ അവള് വിചാരിച്ചു അവളെ കാണാനാണ് പോയത്. മനസ്സിലായ? കൺഫ്യൂഷൻ ഒക്കെ മാറില്ല. സാധനം വാങ്ങിക്കാം. അല്ല കൈ കിട്ടിയ രണ്ടുപേരെ ഞാൻ അതോടെ വിളിച്ചു വന്നിട്ടുണ്ട്. മര്യാദയ്ക്ക് ചോദിക്കും. മക്കളെ, നിങ്ങൾ ആരെങ്കിലും ഇവരുടെ സെൽഫി എന്ന് ഇവളുടെ തുണി എടുത്താ? സെൽഫി അല്ല, ഷെൽഫ്, അലമാര അലമാര. ഓ, എനിക്കിങ്ങനെയൊക്കെ അറിയാവൂ. അലമാരയെന്ന് തുണി എടുത്താ മക്കളെ? എന്റെ പൊന്നങ്കിൾ ഇത് ചോദിക്കാനാണ് ഇപ്പൊ വിളിച്ചു വരുത്തിയത്. മനുഷ്യൻ നന്നായിട്ട് ഉറങ്ങുമായിരുന്നു, ഉറക്കവും കളഞ്ഞു ചുമ്മാ. ഉറങ്ങുന്നത് പിന്നെ ഉറങ്ങാതെ പറയാമാവ. മര്യാദയ്ക്ക് സാധനം എടുത്തൊരു ഇതങ്ങോട്ട് തുറന്ന് പറയാൻ പറയാമാവ. എന്റെ പൊന്നങ്കിളെ ഞാൻ ആദ്യം വിളിച്ച് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞാണ് ഞാൻ എടുത്തിട്ടില്ല എന്ന്. എനിക്ക് തന്നെ അതിന് ഇവളുടെ പരട്ട തുണി ഇന്നൊന്ന് തുണി കാണാതെ കിടക്കണോടി. ഇത് തന്നെയാണ് മോളെ ഞാനും എവിടെ അടുത്ത് പറഞ്ഞത്. എടി ഇവരൊന്നും എടുക്കൂല മോളെ. അമ്മ പിന്നെ സാധനം എവിടെ പോയി അത് പറ. ഇത് പോയിടി. നിനക്ക് വേറെ വാങ്ങിച്ചാ പോരെ? പൈസ ഇല്ലേ? പിന്നെ പൈസ അടിക്കാൻ വെച്ചേക്കൊന്നും അലമാരയില് പറയുന്നത് എളുപ്പമാ. അതെന്റെ പുതിയ തുണി, അത് എനിക്ക് വേണം. ഇവളെടുത്തില്ലെങ്കിൽ പിന്നെ അത് ആരെടുത്തു? നീ കൊണ്ടുവന്ന രണ്ടുപേര് ഞാൻ ചോദ്യം ചെയ്തു, അവരാരും എടുത്തില്ല എന്ന് പറഞ്ഞു. ഇനി ഞാൻ എന്ത് ചെയ്യണം? ഇനി ആരെ ചോദ്യം ചെയ്യണം? ഇവളെടുക്കത്തില്ല, അതെനിക്കറിയാം. എന്നെ നിനക്ക് വിശ്വാസമില്ല. ഇല്ല, നിന്നെ എനിക്ക് കുടിക്കുന്ന വെള്ളത്തിൽ വിശ്വാസം. ഇവിടെ വേറെ പുതിയ കടനുണ്ടല്ലോ, അവളുമാരോട് ചോദിക്കണം. ചോദിക്കൂ. കൊച്ചിനോട് ഇതൊക്കെ ചോദിക്കണം മോശമല്ലേ? ഒരു മോശമില്ല, വാ ഒന്നും ചോദിക്കാം മാമ കാര്യങ്ങള്. മോള് അവന്റെ മോളുടെ ഡ്രസ്സ് അറിയാതെ എങ്ങാനും എവിടെയെങ്കിലും എടുത്തു വെച്ചാ? ഞാനോ? ഞാൻ എടുത്തില്ല. അല്ലെ തന്നെ എനിക്കെന്തിനാ ഇവരുടെ ഡ്രസ്സ്? എനിക്ക് പണി തരാനായിട്ട് നീ ചിലപ്പോ എന്റെ തുണി എടുത്ത് മാറ്റിട്ടുണ്ടാവും. ചേച്ചി വെറുതെ ഇല്ലാത്ത പറയല്ലേ. ഞാൻ എന്തിനാ നിങ്ങൾക്ക് പണി തരുന്നേ? എന്നാ പിന്നെ ഇവക്ക് ഇടാൻ വേണ്ടിട്ട് ഇവിടെ എന്റെ തുണി എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ടാവും. എടുത്ത് തരാൻ പറയാമാവാ. ഞാനൊരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാന്നുള്ളത് സത്യ. എന്ന് പറഞ്ഞ് ഇമാതിരി ചീപ്പ് പരിപാടിക്കൊന്നും ഞാൻ നിൽക്കത്തില്ല. ചേച്ചി വേണമെങ്കിൽ എന്നെ ഇവിടെ ഇറക്കി വിട്, ഞാൻ പോയിക്കോളാം. പക്ഷെ എന്നെ കള്ളിയാക്കാൻ നിൽക്കരുത്. പിന്നെ ഇവരാരും എടുക്കാതെ തുണി എവിടെ പോയി? ഞാൻ അതാ ചോദിക്കുന്നത്. ഈ ഉടുപ്പാ, ഇതാണ് ഞാൻ പറഞ്ഞ ഉടുപ്പ്. എടി കള്ളി കോടീശ്വരി, നിനക്ക് അടിച്ചു മാറ്റാൻ എന്റെ ഉടുപ്പ് മാത്രമേ കിട്ടുള്ളൂ അല്ലേ കള്ളി? പിന്നെ കള്ളി മനുഷ്യന്റെ സ്വഭാവം മാറും കേട്ടോ. ആഹാ, പിന്നെ എന്റെ ഉടുപ്പ് കട്ടോണ്ട് പോയി നിന്നെ എന്തോ വിളിക്കണം? പേരും കള്ളി. എന്റെ പൊന്നു മോളെ, നീ എന്തിനടി അവളെ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയത്? അമ്മാവനൊന്നും മിണ്ടണ്ട. അമ്മാവന്റെ കോടീശ്വരിയെ മോളാണ് എന്റെ തുണി എടുത്തോണ്ട് പോയത്, കേട്ടല്ലോ? എന്റെ പൊന്നെങ്കിലും ഞാൻ എടുത്തേന്നല്ല, ചാരു ഡ്രസ്സാന്ന് പറഞ്ഞാൽ എനിക്ക് എടുത്ത് തന്നതാ. എങ്ങനെ? രാവിലെ ഇവിടെ ഒരു സിറ്റുവേഷൻ ഉണ്ടായപ്പോ ചാരു അവളുടെ ഡ്രസ്സാന്ന് പറഞ്ഞാൽ എനിക്കത് തന്നത്. അതാ ഞാൻ ഇട്ടോണ്ട് പോയി. ഞാൻ അന്ന് ആരുടെ ഡ്രസ്സ് കട്ടയൊന്നുമില്ല. ഓ, അപ്പൊ കള്ളം കപ്പലിൽ തന്നെ ഉണ്ടായിരുന്നല്ലേ? എന്നിട്ടാണ് ഇത്രയും ഞങ്ങൾ എല്ലാരും വെള്ളം കുടിപ്പിച്ചേ? എടി ചാരു, ഇത്രയും നേരം നിന്റെ വായിക്കത് കൊഴക്കട്ട കയറിയിരിക്കുവായിരുന്നോടി? ഒരു പ്രത്യേക സാഹചര്യത്തിൽ പറ്റിപ്പോയതല്ലേ? ചാരു പ്ലീസ്